മൊത്തത്തിൽ വൈബ് നമ്മൾ സീരിയസ് അങ്ങോട്ടാണ്. ഇതൊരു ലെറ്റ്സ് പ്ലേ അല്ല, ഇത് ഈസ് നോട്ട് എ ലെറ്റ്സ് പ്ലേ. ഇതൊരു ജസ്റ്റ് ഒരു കൂൾ സ്റ്റില്ല് സീരീസ് ആയിരിക്കും. അതായത് ഇത്രയും ദിവസമുള്ള എല്ലാ ലെറ്റ്സ് പ്ലേ മൂവ് ചെയ്തല്ലോ. അപ്പോൾ ഇതിൻ്റെ പേര്, ഇതൊരു സെർവറല്ല, ഇതൊരു സിംഗിൾ പ്ലെയർ വേൾഡാണ്. വേണമെങ്കിൽ എൻ്റെ അരിയത്തുള്ള ആൾക്കാർക്ക് എൻ്റെ അവിടെ മൾട്ടിപ്ലെയർ കളിക്കാൻ പറ്റും. അതായത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന് എൻ്റെ അരിയത്തുള്ള ആൾക്കാരാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോൾ അവർക്കൊക്കെ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ടൈമിൽ എൻ്റെ അവിടെ മൈൻക്രാഫ്റ്റ് മൾട്ടിപ്ലെയർ കളിക്കാം. പക്ഷെ അല്ലാത്ത എൻ്റെ കുറേ ദൂരെയുള്ള ആൾക്കാരും, കുറേ ദൂരം പറഞ്ഞാൽ എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള ആൾക്കാർക്ക് പോലും എൻ്റെ കൂടെ കളിച്ചുകൂടാ. കാരണം ഇത് ബെഡ്റോക്ക് എഡിഷനാണ്. അപ്പോൾ വേണമെങ്കിൽ ബെഡ്റോക്ക് മാക്സിമം ജാവ എഡിഷൻ പോലെ കൊണ്ടുപോകാൻ പറ്റും. മാക്സിമം ഒരു കുറച്ചൊക്കെ ആക്കട്ടെ. പിന്നെ ഈ ലീവ്സ് കളക്ട് ചെയ്യണം മാക്സിമം, കാരണം ഇവിടെ അധികം ഫോറസ്റ്റ് ഒന്നും ഇല്ലാത്തതാണ്. ഉണ്ട്, അങ്ങോട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും നമ്മുടെ മെയിൻ ഫോറസ്റ്റ്. പിന്നെ ഇതൊരു പ്യുവർ മൾട്ടിപ്ലെയർ അല്ല, സിംഗിൾ പ്ലെയർ സീരീസ് ആണ്. അപ്പോൾ ഇതിൽ ഞാൻ വേണമെങ്കിൽ ചില എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് വെറുതെ ഇങ്ങനെ കളിച്ചിട്ട് അങ്ങനെ വീഡിയോ ഇടില്ല. പക്ഷെ ഇങ്ങനെ വെറുതെ വേണമെങ്കിൽ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അതൊക്കെ ബോറടിക്കുമ്പോൾ കളിച്ചിട്ട് അവരൊപ്പിക്കുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനത് ബിൽഡാക്കിയൊക്കെ എടുത്തോളാം. അതേപോലെ എന്തെങ്കിലും ആക്കാം. ലൂട്ടിങ് ഇവിടെയൊക്കെ ഏറ്റവും നോക്കി. ഇത് 2 1 3, അപ്പോൾ ഇതിപ്പോൾ 3 ആയി. അതിലിപ്പോൾ 4 ബ്ലോക്ക് ഉണ്ട്. 4 ബ്ലോക്ക് ഈ ഒരു വുഡ് നമുക്ക് ക്യാക്സ് വെച്ചിട്ട് തന്നെ ഇത്രയും കളുണ്ട്. അപ്പോൾ ഇത് ബെഡ്റോക്കാണ്. ബഗ്റോക്കല്ല, ബെഡ്റോക്ക്. അപ്പോൾ ബെഡ്റോക്ക് അടിച്ച് ഇത്രയും നല്ലൊരു കേവ് ഉണ്ടായിട്ടേനു. ഇവിടെ ഇതാക്കോ ലൂട്ട് ചെയ്തേക്കാം. ലൂട്ടെല്ലാം പിന്നെ ചെയ്യാം. ഇവിടെ 2 കൗ നിൽക്കുന്നുണ്ടല്ലോ, അതിനെന്തായാലും തീർക്കണം. നല്ല ഫ്രഷ് ഒരു പിക്കാക്സ്, ഒരു സ്വാഡ്, ഇത് ഫർണസ്. ഞാൻ പിന്നെ എൻ്റെ ഏതൊരു വീഡിയോ ഞാൻ ആ വീഡിയോ ഇട്ടിക്കോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനത് റെക്കോർഡ് ചെയ്തതും പറഞ്ഞതൊക്കെ കുറേ കാലം മുമ്പാണ്. അപ്പോൾ ഇതിപ്പോൾ ഏതാണ്ട് ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഒരു GTA San Andreasൻ്റെ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നു. ആ വീഡിയോ ഇട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു ഇനി ഈ ഒരു ചാനലിൽ മൈൻക്രാഫ്റ്റ് അലൗഡ് അല്ല എന്ന്. പക്ഷെ ഇത് പറഞ്ഞ വാക്ക് എനിക്ക് തിരിച്ചെടുക്കേണ്ടി വന്നു. ഈ ഒരു ചാനലിൽ ഇനി മൈൻക്രാഫ്റ്റ് അലൗഡാണ്. അതായത് മൈൻക്രാഫ്റ്റ് ഞാൻ അന്ന് അലൗഡ് അല്ലാതാക്കാൻ കാരണം ഈ ഒരു ചാനലിൽ ബാക്കിയുള്ള ഗെയിംസ് കളിക്കുന്നതുകൊണ്ടല്ല. എനിക്കൊരു പ്രശ്നമുണ്ട് ഈ ഒരു ഫോണിന്. ഇതൊരു എൻ്റെ അത്ര ഇതില്ലാത്തൊരു മൊബൈലാണ്, ഇതില്ലാത്ത ഒരുമാതിരി കളിയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു മൊബൈൽ എനിക്കിപ്പോൾ വൻ പ്രശ്നമായിട്ടുണ്ട്. ഒരു ശ്രദ്ധിക്കാനായിട്ട് വൻ പ്രശ്നമായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയുള്ള ഈ ഒരു എന്താ പറയുക, ഇവിടെയുള്ള ഈ ഒരു പറയാനുള്ള ഇതാണ് കിട്ടുന്നത് ഒരു വീതം. ഇപ്പോൾ ഇവിടെ ഉള്ള ഇതില്ല, എനിക്കൊരു പ്രശ്നമായിരുന്നു. എനിക്ക് അന്ന് ആ പ്രശ്നം മനസ്സിലാക്കില്ല. ഞാൻ വിചാരിച്ചെന്നെ മൈൻക്രാഫ്റ്റ് പോയി, പക്ഷേ ഞാൻ അന്നൊക്കെ ഡിലീറ്റ് ആക്കി. എന്നിട്ട് ഞാനൊന്നും കൂടി കയറ്റിയൊക്കെ റെഡിയാക്കി. ഞാൻ ഡിലീറ്റ് ആക്കി കയറ്റിയോടെ തന്നെ കളിച്ചു നോക്കി. കുറേ നേരം ഒന്നും പറ്റിയില്ല. പിന്നെ ഒരു ചെറിയ ചെറിയ ലാഗ് ഉണ്ട്. അത് എൻ്റെ ഫോണിൻ്റെ ലാഗാണ്, അല്ലാതെ മൈൻക്രാഫ്റ്റിൻ്റെ ലാഗല്ല. ഓക്കെ, അത് പ്രശ്നമില്ല. പക്ഷേ ഞാൻ അപ്പോഴാണ് ഓർത്തത് എൻ്റെ ഒരു പഴയ അക്കൗണ്ട് അല്ലെങ്കിൽ ആ പഴയ മൈൻക്രാഫ്റ്റിൽ ഞാൻ എന്ത് ചെയ്തു,
സൈൻ ചെയ്തിട്ട് സൈൻ ചെയ്തിരുന്നു. അപ്പോൾ അവർ സൈൻ ചെയ്തതാണോ പ്രശ്നം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും സൈൻ ചെയ്ത് കളിച്ചു നോക്കി. അപ്പോൾ എന്താ അതേ പ്രശ്നം തിരിച്ചു വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, എനിക്ക് ഈ ഒരു ഫോണിൽ സൈൻ ചെയ്തിട്ട് മൈൻക്രാഫ്റ്റ് ഈ ഒരു വേർഷൻ കളിച്ചത്. വേറൊരു വേർഷൻ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് മാപ്പ്. പക്ഷെ ആ ഒരു മാപ്പ് ഞാൻ കളിച്ച് നോക്കുമ്പോൾ ഒരു ഇതുമില്ല, കുഴപ്പമില്ല. അതായത് എന്നെ ഈ ഒരു വേർഷനിൽ ഒരിക്കലും എനിക്ക് സൈൻ ചെയ്ത് കളിച്ചോളാം. അയ്യോ സ്കെൽട്ടൻ 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 രണ്ട് ഒരു ബെഡ് ഉണ്ടാക്കുന്നത്. ഒരാടിനെ കൊന്നു, രണ്ടാമതാണ് പിന്നെ എക്സ് പി അങ്ങ് ലെവലുണ്ട്. എൻ്റെ സീരീസിൽ ഞാൻ എക്സ് പി ഒപ്പിക്കുന്നത് എങ്ങനെ അറിയാം? നോട്ട് പ്രോപ്പർ എക്സ് പി ഫാൻ. ഇവിടെ ഫസ്റ്റ് ബ്ലോക്ക് ഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കോർഡിനേറ്റ് വേണ്ടെന്ന് പറഞ്ഞത്. ഇവിടെ അടുത്ത വില്ലേജ് കിട്ടുകയാണെങ്കിൽ അവർ വില്ലേജിൽ പോയിട്ട് പിന്നെ ഇതിൻ്റെ അടുത്ത അപ്ഡേറ്റിലാണ് നമ്മുടെ ഒരു ചെയർ വരുന്നത് കേട്ടോ. ഒരു ചെയറില്ലേ ഇപ്പോൾ ഇരിക്കാനായിരുന്നു, അതിൻ്റെ പേരെന്നാന്ന് എനിക്ക് അറിഞ്ഞൂടാ. തന്നെ ഞാൻ പറഞ്ഞപ്പോൾ കോലാക്കും. കുഷിറോ കുഷിർ കുഷ്ഹർ. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഇവിടെ എവിടെയെങ്കിലും ബേസൊക്കെ സെറ്റ് ചെയ്യണം. അതൊക്കെ ഇവിടെ ആയിട്ടൊരു ബേസ്, അതെനിക്ക് നല്ല ഇത് ആഗ്രഹം. അതായത് എങ്ങനെയാണ് അറിയാം ബേസ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്? അതായത് ഇവിടെ ഇങ്ങനെയോ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഇങ്ങനെ നിരപ്പാക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ തന്നെ വലിയ മരം നടക്കുന്നത്. ഈ ഒരു ഏരിയയിലോട്ട് എനിക്ക് മരം കിട്ടാൻ നല്ല പണി കേട്ടോ. അതുകൊണ്ട് ഈ ഒരു ഏരിയയിലോട്ട് മരം മാക്സിമം കളക്ട് വെക്കണം. ഞാൻ അങ്ങോട്ട് ആ ഒരു അങ്ങനല്ല സോറി, ആ ഒരു ഏരിയയിൽ നിന്ന് പോയിട്ട് ഇവിടത്തേക്ക് മാക്സിമം മരം കളക്ട് ചെയ്ത് കൊണ്ടുവരണം. അതാകുമ്പോൾ എന്താ പറയുക, അവിടെ ഇവിടെ ഇങ്ങനെ ആ ഒരു എനിക്കിതാണ് പ്രശ്നം ഗൈസ്. എന്നല്ല എന്തെങ്കിലും പറയുമ്പോൾ അല്ല എന്തെങ്കിലും തെറ്റുണ്ടാവും. ഇവിടെ എന്തായാലും റീസ്പോൺസ് സെറ്റ് ചെയ്തേക്കാം. ഇനി കിട്ടിയ രോഗമല്ല ക്ലൈമാക്കിയേക്കാം. ഇന്ന് നിങ്ങളുടെ സ്കൂളിൽ ഇന്ന് ഇലക്ഷൻ ആയിരിക്കുമല്ലോ. ചില സ്കൂളൊക്കെ ഇന്ന് MUPS സ്കൂളിലൊക്കെ ഇന്ന് ഇലക്ഷനാണ് കേട്ടോ. നമ്മുടെ കുട്ടികൾ സ്കൂൾ ലീഡറും ക്ലാസ് ലീഡറൊക്കെ തിരഞ്ഞെടുക്കുന്നത്. അതിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരിക്കും സ്കൂൾ ലീഡർ എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും. അവനല്ല ഇന്ന് സ്കൂൾ ലീഡർ, അവൻ സ്പീക്കർ, അതായത് സംസാരിക്കുകയും ചെയ്യുന്നത്. സ്കൂൾ ലീഡർ അപ്പുറത്തെ മെസ്സേജ് ഞങ്ങൾ കുറേ കളിയാക്കാനും ചെയ്തതാണ് തോക്കുന്ന പറഞ്ഞിട്ട്. അപ്പം ഞങ്ങളായിപ്പോയി തോറ്റ ഓക്കിക്കും എല്ലാം ഊക്കാൻ നോക്കിയിരുന്നു, പക്ഷേ പോയി. ഞങ്ങൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കലില്ല, അങ്ങനത്തെ കുറേ ഇതായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ സംസാരത്തിനോ എന്തെങ്കിലും ഒരു പ്രശ്നം മോശം ഇതുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളായിട്ട് തുരുക്കാൻ കമൻറ്റ് ചെയ്തു. എന്തായാലും ഞാൻ ഓരോ വീഡിയോ ഇട്ട ദിവസം ഡിലീറ്റ് ചെയ്യുന്നു. എല്ലാ ദിവസവും ഒരു വീഡിയോ ഞാൻ ചെക്കൗട്ട് ചെയ്യാറുണ്ട്. ഒന്ന് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനല്ല ഇടുക, പക്ഷേ കമൻറ്റ് ബോക്സ് നിങ്ങളുടെ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വേണ്ടത് എന്താണോ പ്രശ്നം, വല്ല പ്രശ്നമുണ്ടോ? ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അത് നിങ്ങളുടെ പ്രശ്നമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. നൈറ്റ് ആയിക്കില്ല. ലൈക്ക് ഈ ഒരു ഇതിപ്പോൾ സൂര്യൻ എവിടെയല്ലേ?
ഇവിടെ. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് കടൽ എവിടെയാ? കടൽ ആ ഒരു ഭാഗത്തേക്കല്ലേ അവർ. അതായത് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വരും, ഇങ്ങനെ സ്റ്റെപ്പ് കയറി വന്നിട്ട് ഇവിടെ ഒരു എൻട്രൻസ് ഇങ്ങനെ പക്ഷെ സൈഡിൽ ബെഡ്റൂമും കാര്യങ്ങളെല്ലാം അങ്ങോട്ട് അങ്ങനെ എന്താ പറയുക, ഒരു നോർമൽ മൈൻക്രാഫ്റ്റ് ബേസ് ആക്കാതെ ഒരു റിയൽ ലൈഫ് ബേസ് ആക്കാം. ഓക്കെ, കടൽ ഇത് കേവൊക്കെ ഉണ്ട്. ഇപ്പോൾ സാൻഡുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ വീടിന് വേണ്ടിയിട്ടുള്ള സാൻഡും തറക്കല്ലൊക്കെ നമുക്ക് തറക്കല്ലൊക്കെ ഇപ്പോഴേ നേടിയെടുക്കാം. എനിക്ക് മൈൻക്രാഫ്റ്റ് അത്യാവശ്യം അറിയാം ഗൈസ്. അത് ഞാൻ അത്ര വലിയ പ്രോ ഒന്നുമല്ല, പക്ഷെ ഞാൻ പ്രോ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രോ എന്നൊന്നും അല്ല. ഞാനൊരു നൂബാണ് ഗൈസ്. നൂബ് പറഞ്ഞാൽ അത്ര വലിയ നൂബും അല്ല, എനിക്ക് ഒരു മിഡീവലായിട്ട് ഒരു നടുക്ക് കളയുക അറിയാം. അങ്ങനെ അത്ര വലിയ പ്രോ ഒന്നുമല്ല. പക്ഷെ അപ്പോൾ എൻ്റെ കളി നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഗെയിം ത്രാവിഷിൻ്റെ? ഇപ്പോൾ ഞാൻ ഗെയിം ത്രാവിഷിനൊക്കെ വീഡിയോ കാണാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ കഴിഞ്ഞതൊക്കെ കണ്ടൊരു വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് ഓർമ്മയില്ല ദിവസം മറ്റേ അദ്ദേഹത്തിൻ്റെ പഴയ ഒരു ഓൾഡ് ലെറ്റ്സ് പ്ലേ ഉണ്ട്. ആ ഒരു ലെറ്റ്സ് പ്ലേയിൽ ഒന്ന് കയറി കണ്ട് ഇറങ്ങി. അതായത് എത്ര 6 years ഓൾഡ് ലെറ്റ്സ് പ്ലേ ആണ്. ഞാൻ പിന്നെ അധികം ഫ്രീ ഫയറിൻ്റെ ഇതെല്ലാം പോലെയാണ് ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾ ആരെങ്കിലും ഫ്രീ ഫയറിൽ ടോപ്പ് അപ്പ് ചെയ്തിട്ടുള്ള പ്ലെയറാണോ എങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് അപ്പ് ചെയ്യാനുള്ള ആഗ്രഹമുണ്ടോ? ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മൊബൈൽ ഷോപ്പിലല്ല കൊടുത്തിട്ട് റെഡീം കോഡ് വാങ്ങിയിട്ട് അത് എയർ ഡ്രോപ്പ് വരില്ലേ, എയർ ഡ്രോപ്പ് വരുമ്പോൾ അത് അടിച്ചു കൊടുത്താൽ മതി. അല്ലാണ്ട് നിങ്ങൾ മൊബൈലത്തെ പൈസ വെച്ചിട്ട് തന്നെ അങ്ങനെ ഒന്നും ചെയ്യണ്ട. അതൊക്കെ വലിയ പൈസ. പിന്നെ മന്ത്ലി ആരും എടുക്കാൻ നിൽക്കണ്ട പൈസ. അത് ഓരോരോ മന്ത് 50 ഡയമണ്ട്സ് വെച്ചിട്ടേ കിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് എത്ര പറയുക, നിങ്ങൾക്ക് 4 മന്ത് കാത്തു കുത്തിരുന്നേരെ ഒരു ഇമോട്ടെങ്കിലും വാങ്ങാൻ പറ്റും. ഒരു ഇമോട്ട്, അത് ഒരു 199 ഒരു ഇമോട്ടെങ്കിലും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ എത്ര ഇതുള്ള പരിപാടിയാണ്, റിസ്ക് ഉള്ള പരിപാടിയാണ്. എടുത്താലും ഒരു ഓപ്പർച്യൂണിറ്റി. പക്ഷെ ഞാൻ എടുത്തിട്ടുണ്ട്, ഞാനല്ല എൻ്റെ ഫ്രണ്ട് എടുത്ത് തന്നിട്ടുണ്ട് എനിക്ക്. കാരണം ഞാനിന്ന് അത്ര റിച്ചായിട്ടുള്ള ഫാമിലിയാണല്ല, ഒരു പൂവർ ഫാമിലിയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ, അതായത് ആ ഒരു എന്തായാലും ഇപ്പോൾ വീഡിയോന് വലിയ വ്യൂസും കാര്യങ്ങളൊന്നും കയറാൻ പോകുന്നില്ല, വ്യൂസോ ഒന്നും ഒരു സാധനം കയറാൻ പോകുന്നില്ല. അപ്പോൾ എന്തെങ്കിലും കയറിയിട്ട് എന്തെങ്കിലും കിട്ടിയ ആ ഒരു കിട്ടുന്ന ഇത് വെച്ചിട്ടായിരിക്കും എനക്ക് എൻ്റെ കുടുംബത്തിലെല്ലാം എന്തെങ്കിലും ചെയ്യേണ്ടത്. ഇപ്പോൾ എത്ര ഇതാവണം, സബ്സ്ക്രൈബേഴ്സ് ആവണം മറ്റേ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര മില്യൺ സബ്സ്ക്രൈബേഴ്സ് വേണം, അല്ലെങ്കിൽ എത്ര മില്യൺ വ്യൂവേഴ്സ് വേണം, പ്ലേ ബട്ടൺ കിട്ടാൻ. എനിക്ക് വ്യൂവേഴ്സ് ആണോ സബ്സ്ക്രൈബേഴ്സ് ആണോ പ്ലേ ബട്ടൺ കിട്ടാൻ വേണ്ടതാണ്. അപ്പം എത്ര ഇത് കിട്ടണം എനിക്കറിഞ്ഞൂടെ ഗൈസ്. 1 മില്യൺ എങ്ങനെയല്ലേ, 1 മില്യൺ എങ്ങനെ അടിച്ചാലല്ലേ ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് അങ്ങ് കൊണ്ടുപോകണം. അപ്പോൾ എത്ര മില്യൺ വ്യൂസോ സബ്സ്ക്രൈബേഴ്സ് എന്തെങ്കിലും എന്താണ് വേണ്ടത്? ഒരു സിൽവർ പ്ലേ ബട്ടൺ കിട്ടാൻ എനിക്കറിയാമെങ്കിൽ നിങ്ങൾ എന്തായാലും വേണ്ടി എന്തായാലും ആരും ഇല്ല വീഡിയോ കാണും. കാരണം എന്നാൽ ഞാൻ എൻ്റെ ഒരു എഡിറ്റിങ് പോലും ഇല്ലാത്ത വീഡിയോ. അതായത് ഞാൻ ഒരു എഡിറ്റിങ്ങും ചെയ്യുന്നില്ല. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന എങ്ങനെയാണോ അതുമാതിരി തന്നെ ഇടുന്ന